സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. കൃപാസനത്തിലെ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിലെ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻ്റാണത്. അതെന്ത് പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല 1000 മണി ജപമാല 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു ഇവിടെ. ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന്
ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചൊല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ, സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗൺ ആയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ചയിടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഒത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഒത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല, ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്, ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രായിട്ട് ആദ്യം ഒരു മാതാവ് 1987 എൻ്റെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു. അത് സിൽവർ ഗ്രേ ആണ്, നടുക്ക് ക്ലോക്ക് ഉണ്ടായിരുന്നു, 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൊണ്ട് കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല. അച്ഛന് വട്ടാണെന്ന് തോന്നും. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്, അത് ഇത് കൊണ്ടുവന്നു. എൻ്റെ അതപ്പോൾ അതായത് മൊബൈൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത് ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനെ അവർ പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചേനും സണ്ണിച്ചേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട്. മാതാവ് തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലായിരുന്നു.
ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കൊരു സംശയം തോന്നി, ഇതെന്ത് ഇങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്ന്, സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്, മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട്, അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്. എൻ്റെ പേര് ആശ ജോസഫ്. ഞാൻ തൊടുപുഴ ആലക്കോട് സെൻറ്റ് തോമസ് മൂർ ചർച്ച് പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2019 മാർച്ച് മാസത്തിലെ ആദ്യത്തെ വീക്കിലായിരുന്നു. അന്ന് എൻ്റെ ഈ മോന് 4 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ഞാൻ പോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പിന്നെയും വന്നെന്ന് തോന്നി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ വന്നു. അങ്ങനെ 2019 മാർച്ച് 19-ാം തീയതി അന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പം ഞാൻ വെക്കാത്തൊരു നിയോഗമാണ് എനിക്ക് ഈ നിൽക്കുന്ന മോൻ. കാരണം എൻ്റെ മോളുണ്ടായി 11 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മോനുണ്ടായത്, ഈ ഒരു മോൻ. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു, ഏജ് ഓവറുണ്ട് എനിക്ക്, അപ്പം ഇനി കുട്ടികളുണ്ടാവില്ല, ഓൾറെഡി യൂട്രസൊക്കെ ഒട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നിർത്താം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി ഒട്ടിപ്പോയതാണ്, ഇനി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല, അപ്പോൾ അതോടത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് അങ്ങ് നീങ്ങിപ്പോയിട്ട് റിട്ടേൺ വന്നിട്ട് അന്ന് നമുക്ക് ഈ അൾത്താരയിലൊക്കെ കയറാം, ഇതേപോലെ ഒന്നും അല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം പറയുക, എനിക്ക് മൂത്തത് മോളാണ്, അവൾക്ക് ഇത്ര വയസ്സുണ്ട്, പക്ഷേ എൻ്റെ ഈ കുഞ്ഞു മോനൊരു കൂട്ടായിട്ട് ഒരാളെയും കൂടെ നിനക്ക് തരാൻ പറ്റുമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ ഞാനത് മനസ്സിലൊന്നും ഇട്ട് നടന്നില്ല. എന്തായാലും 2020 ഞാൻ ക്യാരിങ് ആയി. പക്ഷേ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഇവന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പ്രഗ്നൻസിയിൽ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിത് വേണ്ട, കാരണം മറ്റേ ആൾക്ക് 1 വയസ്സായിട്ടുള്ളൂ, അവന് ഫീഡിങ് ചെയ്യാനൊന്നും എനിക്കിതായാലും, അതിൻ്റെ ഇടയ്ക്ക് ഷുഗർ, തൈറോയിഡ്, അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് ഈ കുഞ്ഞു ഉള്ളിലുണ്ടായിട്ട് പക്ഷെ ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല. 2-ാം മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു പ്രഗ്നൻസി ഉണ്ട്, പക്ഷെ ബേബീനെ കാണുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ മോളെ ഒത്തിരി സന്തോഷിച്ചായിരുന്നു ഈ കുട്ടി. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു മമ്മി എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഉടമ്പടിയിലൊന്നും ഞാൻ വെച്ചിട്ടില്ല, പിന്നെ ഞാൻ ഓർത്തു ദൈവമേ, ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ മാതാവിനോട്, എനിക്ക് ഒരാളെയും കൂടെ തന്നെ എൻ്റെ ഈ കുഞ്ഞിന് കൂട്ടായിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര മനോവിഷമായിരുന്നു. പക്ഷേങ്കിൽ ആ 2 മാസം മുതൽ ഞാൻ ഇഞ്ചക്ഷനിലാണ് എൻ്റെ ഈ കുഞ്ഞിനെ വയറ്റിയിട്ടുകൊണ്ട് കിടന്നത്. മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റലിലായിരുന്നു, ഇവനെ നോക്കാൻ ആളില്ല. മോള് കൊറോണ ടൈം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 7-ാം മാസം ആയപ്പോഴത്തേക്കും വെളുപ്പിന് കൺട്രാക്ഷൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു 7:30 ചെന്നു. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യുക. വൈകിട്ട് 4:30 വരെ ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചതിൻ്റെ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് എനിക്ക് കൺട്രാക്ഷൻ വരും. ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം നോക്കാം, പക്ഷേ ഇത് ആൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. എന്നിരുന്നാലും എന്നോടത് പറഞ്ഞില്ല, ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്. ഒരു 4:30 ഓപ്പറേഷൻ ചെയ്തു, കുട്ടീനെ എടുത്തു. ഞാൻ കണ്ടില്ല. എന്നോട് പറഞ്ഞ ആൺകുട്ടിയെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 15 ദിവസം ഇവൻ ICUലായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ വേദനയിലൊക്കെ ഞങ്ങൾ നടന്നു. പക്ഷേ ഞാൻ അപ്പോഴും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനൊന്നും ഒരു വില്ലിങ് അല്ലായിരുന്നു. ഉടമ്പടിയിൽ വെച്ച നിയോഗം അല്ലല്ലോ എന്ന് ഓർത്തു. 1.5 വയസ്സായപ്പോഴത്തേക്ക് ഇവന് ഹാർട്ടിന് വയ്യാതെയായി തുടങ്ങി. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം വാൽവ് ചുരുങ്ങുവാണ്, നോക്കാം, മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാനിവിടെ കരഞ്ഞോണ്ട് ആദ്യത്തെ ഉടമ്പടി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടും പോയി. പിന്നെ അന്ന് വന്ന് പോയിട്ട് പിന്നെ ഞാൻ ഉടമ്പടിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതൊരു നമ്മൾ എന്താ പറയുക, കണ്ടൊരു ആഗ്രഹം സാധിക്കണം എന്നുള്ള രീതിക്ക് വന്ന് പോയ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ 2022 ഇവിടെ വന്നു.
ഉടമ്പടി വീണ്ടും എടുത്തു. എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ മാതാവിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ഞാൻ ആ ഉടമ്പടി പാലിച്ചു പോന്നു. ഇപ്പോൾ ഇവിടം വരെ എത്തി. ഇന്ന് 2026 ഇതിനിടയ്ക്ക് മോനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആൾ നന്നായി പോകുന്നു. ഇവന് ഹാർട്ടിൻ്റെ പ്രശ്നവും ഇവനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം എനിക്ക് മോളെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങള് സിസ്റ്ററാണ്, അവരുടെ കെയർ ഓഫിലൊരു ഹോസ്റ്റലിലേക്ക് മാറ്റേണ്ട വന്നു. നമ്മൾ മിക്ക ദിവസവും ഹോസ്പിറ്റലായുണ്ട്. പക്ഷേ മോള് വീട്ടിൽ നിന്ന് മാറിയപ്പോൾ അവൾക്കൊരു തോന്നലായി, മമ്മിക്ക് ഈ 2 കുഞ്ഞുങ്ങൾ വന്നപ്പം എന്നോടൊരു അകൽച്ചയായി. കാരണം അവളുടെ ഏജും അത്. അവളെന്നിട്ട് അവിടെ ചെന്ന് പഠിക്കില്ല, ആകെ ബുദ്ധിമുട്ടായി. അവർ പറഞ്ഞു നമുക്ക് ഈ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെയും വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എന്തൊരവസ്ഥയാണ്. കാരണം 10ാം ക്ലാസ് ഫുൾ A+ ഉണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയാണ്. ഇവളെ എങ്ങനെയെങ്കിലും ജർമ്മനും പഠിപ്പിക്കണം. പക്ഷേ ഇവൾ പഠിക്കുകയില്ല. എങ്ങനെയാണോ എന്തായാലും എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, മോളെ നീയാ നമ്മുടെ വീടിൻ്റെ ഒരു പ്രതീക്ഷ, അത് കളയരുത്. അവളെന്തായാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പേരിലായിരിക്കാം ആൾ നന്നായിട്ട് പഠിച്ചു. കൂടെ മാതാവിൻ്റെ കൃപയുണ്ടായിരുന്നു. +2 ഫുൾ A+ഓടുകൂടി പാസ്സായി. ആ എക്സാം എഴുതിയിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ അരമനയിൽ നിന്ന് ആ സമയത്തൊരു ഓർഡർ വന്നു, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മക്കൾക്ക് 75% മാർക്കുണ്ടെങ്കിൽ ജർമ്മൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന്. അവൾ +2ൻ്റെ എക്സാം കഴിഞ്ഞു വന്നതേ തന്നെ ജർമ്മൻ പഠിക്കാൻ കയറുമായിരുന്നു. ഇപ്പോൾ ജർമ്മൻ്റെ B2ൻ്റെ 3 മൊഡ്യൂൾ കിട്ടി. ആളവിടെ ഇപ്പം 4-5 മാസമായിട്ട് എറണാകുളത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എക്സാമിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഫെബ്രുവരിയിൽ അവൾക്ക് എക്സാമാണ്. അങ്ങനെ മാതാവ് അവിടെയും എന്നെ അനുഗ്രഹിച്ചു. പിന്നെയുള്ളത് 10 വർഷമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട് വിൽക്കാനിട്ടേക്കുമായിരുന്നു. നമ്മൾ റെൻ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട് വിൽക്കാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ. ഇതിനിടയിൽ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തു. കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, മോളുടെ കാര്യം, ഈ 3 മക്കളെ ഹസ്ബൻഡിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടി, ഞാനില്ലാതെ പറ്റില്ല. പക്ഷേ എന്ത് വന്നാലും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇറ്റലിക്ക് പോകാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ 2-3 പ്രാവശ്യം വെച്ചു. ഒത്തിരി പൈസ നമ്മുടെ നഷ്ടപ്പെട്ടതല്ല, നമുക്ക് പോകാൻ സാധിച്ചില്ല. പിന്നെ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ പാസ്പോർട്ടിൽ ഒരു വിസിറ്റ് വിസയെങ്കിലും എനിക്ക് അടിച്ചതാ. കാരണം ഞാനിത് എടുത്തു വെച്ചതിന് ഒരു സന്തോഷമെങ്കിലും നീ എനിക്ക് എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇത്രയും പ്രശ്നമുള്ള കാരണമായിരിക്കും എന്നെ വിടാത്തത്, സമാധാനിക്കാം എന്നോർത്തിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴി പ്രിയനെ ഞാൻ പരിചയപ്പെടുന്നത്. പ്രിയ പറഞ്ഞു, ചേച്ചിക്ക് പുറത്തേക്ക് വന്നെന്നുണ്ടെങ്കിൽ വാ വിസിറ്റ് അടിച്ച് പോരെ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അബുദാബിക്ക് പോയി 3 മാസത്തേക്ക്. ഞാൻ പോയ ടൈമിലൊന്നും എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. മോളാണ് ഈ 2 മക്കളെയും നോക്കിയത്. മാതാവ് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പലപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേരൻസ് എന്നിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ തമ്മിലുണ്ടായൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ മിണ്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ല. ഹസ്ബൻഡും ഈ 3 മക്കളും തന്നെയാണ് വീട്ടിലുള്ളത്. ഇവനൊരു പനി വന്നത്തെ തന്നെ രാത്രി ഞാൻ മോള് വിളിക്കും, മമ്മി കൊച്ചിന് വയ്യ, എന്താ ചെയ്യേണ്ടത്? കാരണം ഇവന് ഹാർട്ടിന് പ്രശ്നമുള്ള കാരണം ശ്വാസം മുട്ടുണ്ടാവും, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാതെ വയ്യ. അപ്പോൾ ഞാൻ പറയും, മോനെ മമ്മി മെഡിസിൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, മോൻ അതനുസരിച്ച് കൊടുത്തോ. അങ്ങനെ നമ്മൾ അപ്പോഴും എനിക്ക് പ്രിയയും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതിനിടയ്ക്ക് അതാണ് എനിക്ക് എൻ്റെ വിസിറ്റ് പാസ്പോർട്ട്. ആ പാസ്പോർട്ടിൽ അങ്ങനെ വിസിറ്റ് അടിച്ച് എനിക്ക് പോയി വരാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് പ്രിയനെ എൻ്റെ ഫ്രണ്ട് മിനി വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പ്രിയയ്ക്ക് ജോലിയിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ എൻ്റെ കയ്യിലൊരു മാതാവുണ്ട്, കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്, ഞാൻ തരാം. അതേപോലെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യക്ഷീകരണ പുസ്തകവും തരാം, മോൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക, അപ്പം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് എന്നിലേക്കുള്ള കൂടുതലായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ചേച്ചി കൃപാസന മാതാവിൻ്റെ കാര്യം പറയില്ല, എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങൾ എന്ത് ഒന്നും നടക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, ഉടമ്പടിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഹസ്ബൻഡാണേലും പറയുമായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ വീട് വിൽക്കാനിട്ടിട്ട് ഇതുവരെ നടക്കാത്തത്. അതിൻ്റെ പേരിൽ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ തന്ന കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. വീട്ടിൽ ചെന്ന് ഞാൻ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നൊന്ത് കരഞ്ഞത് ആ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ടൈമിലുമായിരുന്നു.
ആ കാശ് രൂപം പോയ അന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അത് പോയിട്ടില്ല, ഞാൻ ഇവിടെ വെച്ച് തന്നെ എൻ്റെ ഫയലിൽ വെച്ചാൽ, പക്ഷേ അത് മിസ്സിങ്. അപ്പോൾ ഇവിടുത്തെ ആ ചേച്ചി എന്നോട് ചോദിച്ചു, ശുശ്രൂഷയുള്ള ചേച്ചി ഫോൺ എടുത്തിട്ട് എന്നോട് ചോദിച്ചു, മോളെ ആരുടെ പേരിലാണ് വസ്തു? ഞാൻ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ പേരിലാണ്. അപ്പം മോളെടുത്ത എങ്ങനെയാണ് ശരിയായത്? അത് ഹസ്ബൻഡ് തന്നെ ആ ഉടമ്പടി എടുക്കണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ അച്ഛനാണേലും ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ നിർത്തിക്കൊണ്ട് കാര്യം നേടാൻ നോക്കുന്നു എന്ന്. അത് ഒരു കാരണത്തിൽ നമ്മുടെ രാജ്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, പപ്പ നിങ്ങൾ തന്നെ എടുക്കുക, അതിന് തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ വന്ന് ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തു. കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ആ വിസിറ്റിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ 3 മക്കളെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, എനിക്കാരുമില്ല സഹായിക്കാൻ, നീ മാത്രമേ ഉള്ളൂ. കാരണം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് തമ്പുരാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണേ, ഒന്നെങ്കിൽ ഞങ്ങളുടെ വസ്തു വിറ്റ് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങാനുള്ള സാമ്പത്തികമാക്കി തന്നെ, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരമായിട്ടുള്ള ജോലി തന്നെ. പക്ഷേ ഞാൻ ഏപ്രിലിൽ ചെന്നു. ജൂൺ 12-ാം തീയതി ആയപ്പോൾ 11-ാം തീയതി എന്നോട് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എടി വസ്തു കച്ചവടമായി, നാളെ ടോക്കൺ എടുക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ആ വസ്തുവിന് മെയിൻ റോഡാണ്, 1.25 ആര് വന്നാലും അതേ പറയുള്ളൂ, മുസ്ലിംസിൻ്റെ ഏരിയ ആണ്. പക്ഷേ ഞങ്ങൾക്കത് 2 ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് കച്ചവടമായി, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടി. അങ്ങനെയും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പേരൻസ് അവർ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഈ 25-ൽ എൻ്റെ ഈ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനിയായിട്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് പോന്നു, ആരുമില്ല. പെട്ടെന്ന് അമ്മ എന്നെ വിളിച്ചു, മോനെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ്? ഞാൻ പറഞ്ഞു തൊടുപുഴ ഇന്ന ആശുപത്രിയിലാണ്. അപ്പോൾ ആയിക്കോട്ടെ, അമ്മ ഒരു പൊതി ചോറുമായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം ഞാൻ അമ്മ മാതാവിനോട് എന്നും പറയുമായിരുന്നു, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് അകന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ആങ്ങളുടെ വൈഫ് വഴി അവരുടെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിയുമായിരുന്നു. അവർ വിളിക്കാതെ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഒരവസ്ഥ. കാരണം ഞാനും ഒരു അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളിട്ട് ഞാൻ മാറി നിന്നപ്പോൾ ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ കയറി വന്നപ്പോൾ ചാച്ചനും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്ന് ഒരു ദിവസം പോലും എന്നെ വിളിക്കാതെ അവരിയ്ക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റളയത്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ് അവർ നമ്മളെ മാറ്റി നിർത്തിയത്. പക്ഷേ ഞാൻ അതിനും അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയാം. ഞാൻ മറ്റെല്ലാം മറന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ പേരൻസിന് എനിക്ക് തന്നെ. കാരണം എൻ്റെ ഹസ്ബൻഡിന് അമ്മയും അപ്പനും ഇല്ല, ഞങ്ങൾക്ക് അവരേ ഉള്ളൂ. മറ്റാരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജന്മം നൽകിയ കാരണവന്മാർ നമ്മളെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയാണ്. അതെല്ലാം എനിക്ക് മാതാവ് നേടിത്തന്നു. പിന്നെ എന്താ പറയുകയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ എഴുതിയതൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പം എൻ്റെ ഉള്ളിൽ വന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തള്ളുവരും. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു കാലത്ത് ഉടമ്പടി ഉഴപ്പിയ ആളാണ്. അന്ന് ഞാൻ ഒത്തിരി മനോവേദന അനുഭവിച്ചു. ഒരിക്കലും നിങ്ങൾ ഉടമ്പടി വെച്ചേക്കുന്ന നിയോഗങ്ങൾ നടക്കില്ല എന്ന് പ്രതീക്ഷിക്കരുത്. നടക്കും. ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത്, പത്രം കിട്ടുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വണ്ടിയിലിരുന്നത് പ്രാർത്ഥിച്ച് പോണ വഴിക്ക് ഈ 2 മക്കളും വഴക്കാ പേപ്പർ കൊടുക്കാനായിട്ട്. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ എല്ലാം തന്നെ കൊടുത്തിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് 2-3 വീടുകൾക്ക് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം കൊടുത്ത് തീർത്തിട്ടേ ഞങ്ങൾ വീട്ടിൽ കയറാറുള്ളൂ, എത്ര വൈകിയാലും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്. കിട്ടുന്നതിന് ഒരു വീതം മാറ്റി വെച്ചിട്ട് മാസത്തിൽ അത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് ഒന്നെങ്കിൽ അരിയും അതിനകത്ത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങനെ ഒരു കിറ്റായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ രോഗികളായിട്ടുള്ളവരെ കണ്ടെത്തി അതങ്ങനെ കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്. എൻ്റെ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മളെ ആരും സഹായിക്കാനില്ലായിരുന്നു. പക്ഷേ പല കരങ്ങളിൽ നിന്നും ഞങ്ങൾ അറിയാതെ തന്നെ ലക്ഷങ്ങൾ ഞങ്ങൾക്ക് വന്നു. ഇവൻ്റെ ആവശ്യത്തിനുള്ള പൈസയൊന്നും ഞങ്ങൾക്ക് ഒരിടത്തും തളർന്ന് നിൽക്കേണ്ട മാതിരില്ല. കാരണം ഞാൻ ഇത്രയും പറയുള്ളൂ, അമ്മേ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ, അത് ഏൽപ്പിച്ച് തരുമോ, കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്ന്. ഒരിടത്ത് നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും അല്ല അന്ന് കൂടെ, പുറമേ ഉള്ള ഞാൻ അറിയാത്ത നാട്ടിലുള്ളവർ ഒത്തിരി പേരെ എടുത്ത് പറയാം. ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകമായിട്ട് ജോസഫച്ചനെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ ഇത് പ്രിയയാണ്. പ്രിയയുടെ കാര്യം പ്രിയ പറയുവേ.
അമ്മയ്ക്കും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ഞാനും ചേച്ചിയെ പരിചയപ്പെടുന്നത് UAE വന്നപ്പോഴാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യം തന്നെ ആൾത്താരെ കയറുകയും ചെയ്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത ജൂലൈയിലാണ് എൻ്റെ ജോലിയുടെ ഒരു പ്രശ്നമായിട്ട്. എനിക്ക് അമ്മ അനുഗ്രഹിച്ച് സെപ്റ്റംബർ 15 ആയപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ജോലി UAE തന്നെ കിട്ടി. അതാണ് എനിക്ക് സാക്ഷിയായിട്ട് പറയാനുള്ളത്. എല്ലാത്തിനും നന്ദി, മാതാവിനോടും തിരുക്കുമാരനോടും.